എൻ്റെ സംഭവബഹുലമായൊരു ഓട്ട ഈറ്റിനിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്ത് തന്നെ ഹോസ്റ്റലിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഫുഡായിരുന്നു. അതുകൊണ്ട് മോർണിംഗ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കപ്പ് ചായയും പിന്നെ ഒരു മുട്ട പഫ്സും കഴിച്ചു. മുട്ട പഫ്സ് ഈസ് ആൻ ഇമോഷൻ ഗൈസ്. പിന്നെ ചായ, എന്ത് നല്ല ചായ കേട്ടോ ഇവിടെ. പിന്നെ ദാ ഇങ്ങോട്ട് നോക്കൂ, ഇതെൻ്റെ ജൂനിയർ എനിക്ക് തന്നതാണേ. ഒരു 11 മണിയായപ്പോൾ ഞാൻ ഈ മഞ്ച് കഴിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളും കുടിക്കണം. ഉച്ചയ്ക്ക് നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് പ്രൊവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കോളേജിൻ്റെ കഫറ്റീരിയയിൽ നിന്ന് ഒരു തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു. വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത്? പിന്നെ എൻ്റെ ഫ്രണ്ട് അങ്ങ് ഖത്തറിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ചോക്ലേറ്റ് ആട്ടോ ഇത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ അകത്താക്കി. പിന്നെ ഈവനിങ് ഹോസ്റ്റലിൽ എത്തിയിട്ട് ഒരു കപ്പ് ചായയും പിന്നെ ദേ ഈ നടുവളഞ്ഞ പഴംപൊരിയും കഴിച്ചു. പിന്നെ ഒരു 6 മണിയായപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസ് കഴിച്ചു. തൊട്ടടുത്തിരിക്കുന്ന അച്ചാർ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവൻ എന്തിനാടാ ഇവിടെ കയറിയിരിക്കുന്നതെന്ന്. ഞങ്ങൾ ഹോസ്റ്റലേഴ്സിന് എന്ത് കോമ്പിനേഷനും ശീലമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്ക കൊണ്ടുവന്നായിരുന്നു. നേരവും കാലവും ഒന്നും നോക്കിയില്ല, അതും ഒരെണ്ണം കഴിച്ചു. കുറച്ചുകൂടെ ഉപ്പ് പിടിക്കാനുണ്ട്, അതുവരെ ഒന്നും തിരിക്കില്ല ഗൈസ്. അതിനു മുമ്പേ ഞങ്ങൾ അകത്താക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.